ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് നോക്കിക്കാണുകയാണ്. ഇന്ന് നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, മട്ടുപ്പാവിലായിരിക്കുമ്പോൾ, മാതാവേ, ആത്മാവിൻ്റെ ഫലങ്ങളാൽ ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇത് തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ, വരദാനങ്ങളെ കൊണ്ട് കാര്യമായ പ്രയോജനം നമുക്കുണ്ടാകില്ല എന്ന് കരുതി ഇത് വേറൊരർത്ഥത്തിലല്ല നമ്മൾ എടുക്കേണ്ടത്. വരങ്ങളും ദാനങ്ങളും പ്രയോജനമുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ, അതെല്ലാം പൊതു നന്മയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന കൃപകളാണ് ഈ വരങ്ങളും ദാനങ്ങളും. എനിക്ക് ഈ വരമുണ്ട്, എനിക്ക് ഈ ദാനമുണ്ടായിരുന്നു, എനിക്ക് രോഗശാന്തി വരമുണ്ട്, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള വരമുണ്ട് എന്നൊക്കെ പറഞ്ഞ് മരിച്ചു കഴിഞ്ഞ് ഈശോയുടെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ കർത്താവ് പറയും, ആണോ, നിനക്ക് വരങ്ങളുണ്ടായിരുന്നു, നീ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്നു, പക്ഷേ ഞാൻ നിന്നെ അറിയില്ല എന്ന് പറയും. അങ്ങനെ വന്നാൽ കാര്യം ഭയങ്കര കഷ്ടമാകും. കാരണം ഈശോ തന്നെ പറയുന്നു, വരങ്ങൾ വെച്ച് അല്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു എന്നതുകൊണ്ട് സ്വർഗം കിട്ടുകയില്ല. അത് മറ്റൊരാളുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം നിന്നെക്കൊണ്ട് ആ സമയത്ത് ചെയ്യിച്ചതായിരിക്കാം. അതുകൊണ്ട് വരങ്ങളും ദാനങ്ങളും ഉണ്ട് എന്ന് വിചാരിച്ച് അഹങ്കരിച്ചാൽ ഏറ്റവും വലിയ പാപി ആ വ്യക്തിയായിരിക്കും. എന്നിട്ട് ശ്ലീഹാ തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ടല്ലോ, ഫലങ്ങളെ കൊണ്ട് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന്. ഗലാത്യ 5 നമുക്കൊന്ന് എടുത്തു വായിച്ചാൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആത്മാവിൻ്റെ ഫലങ്ങൾ എന്താണ്? 5:22 പറയുന്നുണ്ട്, എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങളായിട്ടുള്ള ഈ പറഞ്ഞ കാര്യങ്ങൾ ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ മനുഷ്യർ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചുരുക്കം. വേറെ ഒന്നിനും വേണ്ടി പ്രാർത്ഥിക്കേണ്ട. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ഇതെല്ലാം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ വ്യക്തികളിൽ നിന്നാണ് വരിക. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കേണ്ടത്? ഫലങ്ങളെ കൊണ്ട് നിറയാൻ. ഫലങ്ങൾ എന്താണ്? 1 കൊറിന്തോസ് 11:13 പറഞ്ഞല്ലോ, സ്നേഹമാണ് സർവ്വർക്കും ഇഷ്ടം. ഗലാത്യ 5:14 ഇങ്ങനെ പറയുന്നു, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന ഒരേയൊരു കൽപ്പനയിൽ നിയമം മുഴുവനും അടങ്ങിയിരിക്കുന്നു. എന്നാൽ നിങ്ങൾ അന്യോന്യം കടിച്ചു കീറുകയും വിഴുങ്ങുകയും ചെയ്ത് പരസ്പരം നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുകയും. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ നിറഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ, അതല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ കുറച്ചെങ്കിലുമുള്ള വ്യക്തിയാണെങ്കിൽ, ആ ആള് സ്വന്തം അയൽക്കാരനെ സ്നേഹിക്കും. അയൽക്കാരൻ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന വ്യക്തിയല്ല അയൽക്കാരൻ. വ്യക്തി മാത്രമല്ല അയൽക്കാരൻ എന്ന് ഈശോ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ സമറിയക്കാരൻ്റെ ഉപമയിൽ. അപ്പോൾ നമ്മുടെ സഹായം ആഗ്രഹിക്കുന്നത്, ആവശ്യമുള്ളത് ആർക്കാണോ അവരാണ് നമ്മുടെ അയൽക്കാർ. അപ്പോൾ നമ്മൾ നമ്മുടെ അയൽപ്പക്കക്കാരെയൊക്കെ സ്നേഹിക്കണം എന്നാണ് കൽപ്പന പറയുന്നത്. അത് മാത്രമേ ഒരു കൽപ്പനയുള്ളൂ. അത് പാലിച്ചു കഴിഞ്ഞാൽ എല്ലാം പാലിച്ചു എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് ഈ അയൽക്കാരനെ സ്നേഹിച്ച കൽപ്പനകളൊക്കെ പാലിച്ചു എന്ന് പറയുന്നത്? അയൽക്കാരോട് സ്നേഹമുണ്ടായാൽ, അതായത് നമ്മുടെ സ്നേഹം ആവശ്യമായിരിക്കുന്ന ആൾ ആരാണോ, ഇതിനെ തെറ്റിദ്ധരിച്ച് വ്യാഖ്യാനിക്കരുത് കേട്ടോ. ചെറുപ്പക്കാർ പറയും, ആ ചേച്ചി പറഞ്ഞിട്ട് എൻ്റെ സ്നേഹം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, അപ്പോൾ പിന്നെ അവനെ സ്നേഹിക്കുക, അവളെ സ്നേഹിക്കുക. ഈശോ പറയുന്ന കാര്യങ്ങളെല്ലാം ആത്മീയമാണ്, ദൈവികമാണ്.
അപ്പോൾ നമ്മുടെ സഹായം ആവശ്യമായിരിക്കുന്നത്, നീതിയോടുകൂടി ആവശ്യമായിരിക്കുന്നത് ആരാണ് എന്ന് ഈയൊരു പേരും പറഞ്ഞ് തട്ടിപ്പിനും ചതിക്കും വഞ്ചനയ്ക്കും ഒക്കെ വരുന്നവരുമുണ്ട്. അത് തിരിച്ചറിയാനുള്ള വിവേകത്തിൻ്റെ വരം കൂടി നമുക്ക് ആവശ്യമാണ്. കാരണം ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ഇങ്ങനെയൊരു കുറ്റബോധമില്ലാതിരിക്കാൻ അവരുടെ അടുത്ത് ചെന്നാൽ അവരെ പറ്റിക്കാം, അവർ നല്ല പ്രാർത്ഥനയുള്ളതാണ് എന്ന് കരുതി കാര്യം കാണാൻ വരെ സൗമ്യമായി നിൽക്കും. അങ്ങനെ അവർക്ക് ആവശ്യമുള്ളത് കിട്ടിക്കഴിയുമ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ നമ്മുടെ മുക്കുത്തിയെടുത്ത് പന്നിക്കിട്ട് കൊടുക്കുമ്പോൾ പന്നി അത് ചവിട്ടി തേച്ച് അരച്ച് കളയും, തിരിഞ്ഞു വന്ന് ആക്രമിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആളറിഞ്ഞ് കണ്ടറിഞ്ഞ് സഹായിക്കണം എന്നാണല്ലോ വചനം പറയണേ. പാപിയെ അരുത് എന്നാണ് പറയുന്നത്, സഹായിക്കരുത് പാപിയെ. കാരണം അവൻ അതും കൊണ്ട് വീണ്ടും പാപം ചെയ്യും. ആ പാപത്തിൻ്റെ കൂടെ ഭാരം നമ്മൾ ചുമക്കേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ നമുക്ക് വിവേകം വേണം. ചിലപ്പോഴൊക്കെ നമ്മുടെ വീടുകളിൽ നിന്ന് സഹായം വന്ന് ചോദിച്ചിട്ട് അവരാ പൈസയും കൊണ്ട് കുടിക്കും, മദ്യം കഴിക്കും. മദ്യം കഴിക്കുമ്പോൾ അയാളും പാപം ചെയ്യും. മദ്യം കഴിച്ചതിന് ശേഷം ഉണ്ടാകുന്ന പുകിലുകൾ വേറെ. അപ്പോൾ അതിനും പരിശുദ്ധാത്മാവിൻ്റെ വരം വേണം, വിവേകത്തിൻ്റെയും തിരിച്ചറിവിൻ്റെയും വരം. ഇവിടെ പറയുന്നു, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഒരാൾക്ക് ഒരാളോട് സ്നേഹമുണ്ടെങ്കിൽ പിന്നെ അവിടെ ചതി വരില്ല. യഥാർത്ഥത്തിലുള്ള സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹിക്കുന്ന വ്യക്തിയെ ഒരു കാരണവശാലും നമ്മൾ ചതിക്കില്ല. അപ്പോൾ ചതി വഞ്ചന നടക്കുന്നുണ്ടെങ്കിൽ അത് സാത്താൻ്റെ പ്രവൃത്തികളാണ്. സാത്താൻ ഉള്ളിലിരിക്കുന്നതുകൊണ്ടാണ് ഒരു വ്യക്തി ഒരു വ്യക്തിയെ ചതിക്കുന്നത്. അല്ലെങ്കിൽ അവൻ്റെയോ അവളുടെയോ ലക്ഷ്യം ആത്മീയമല്ല, ശരിക്കും പറ്റിക്കുക, ചതിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തിരിച്ചറിയണം, ഈ വ്യക്തി ഈ ഒരു സഹായം കൊടുത്താൽ ഇവൻ അല്ലെങ്കിൽ ഇവൾ ആത്മീയമായി ഉയരുമോ, ദൈവത്തിലേക്ക് അടുക്കുമോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സഹായിക്കാൻ. അതല്ലെങ്കിൽ കൊടുത്ത സഹായം ഉപദ്രവമായി മാറാനും ഇടയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവം നിൻ്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്നേഹിക്കുക, സ്നേഹത്തിൽ നിന്നും ഉടലെടുക്കുന്ന സഹായം, അവിടെയും സ്നേഹം നിലനിൽക്കുന്നുണ്ടോ എന്ന് ഓർത്തിട്ട് വേണം നമ്മൾ സ്നേഹിക്കാൻ പോലും. കാരണം ചിലപ്പോൾ ആ സ്നേഹം തന്നെ പിന്നീട് ആക്രമണത്തിന് ഇടയായിട്ട് വരും. അതുകൊണ്ട് ഇവിടെ നമ്മൾ വളരെ വിവേചനപരം കിട്ടണമെന്ന് പ്രാർത്ഥിക്കണം. പലർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സഹായം ചെയ്ത് കൊടുത്തതാണ്. ഇപ്പം എന്തായി, തിരിഞ്ഞു നിന്ന് ആക്രമിക്കുകയാണ്. അങ്ങനെ ആക്രമിക്കുമ്പോഴും അത് സ്നേഹം കൊടുത്ത ആൾക്ക് കൃപയായിട്ട് തന്നെയാണ് വരിക. പക്ഷേ ഈ സ്നേഹം കൊടുത്തു അല്ലെങ്കിൽ സഹായം കൊടുത്ത് വഞ്ചിക്കപ്പെടുമ്പോൾ വഞ്ചിക്കപ്പെട്ട ആൾക്ക് ഹൃദയത്തിൽ ദേഷ്യം വരും, കോപം വരും, വെറുപ്പ് വരും, വിദ്വേഷം വരും. അങ്ങനെ വന്നാൽ നമ്മൾ കൊടുത്ത സഹായമോ സ്നേഹമോ യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, അത് നമുക്ക് തിന്മയായി ഭവിക്കുകയും ചെയ്യും. അതുകൊണ്ടായിരിക്കാം വചനം പറയുന്നത്, പാപിയെ സഹായിക്കരുത്, ദൈവഭക്തനെ സഹായിക്കുക എന്ന്. ഇതൊക്കെ കണക്റ്റഡായിട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് വരുമ്പോൾ ആത്മീയമായിട്ട് ചിന്തിക്കണം. ഇവനെ ഞാൻ സ്നേഹിച്ചാൽ, ഇവളെ ഞാൻ സ്നേഹിച്ചാൽ ഇവൾ ഒരു പടി കൂടെ ആത്മീയമായി ഉയരുമോ? ചില വ്യക്തികളുണ്ട്, സ്നേഹം നടിച്ചു വരും, അത് സഹായം കിട്ടുന്നത് വരെ. സഹായം കിട്ടിക്കഴിഞ്ഞാൽ അവർ അടുത്ത സ്ഥലങ്ങൾ അന്വേഷിച്ച് നടക്കും. ഇനി അടുത്തത് എവിടെയാണ് അവർക്ക് കിട്ടേണ്ട ഭൗതികമായ അനുഗ്രഹം കിട്ടേണ്ടത്. അപ്പോൾ എന്ത് വരും? ഈ കൊടുത്ത സഹായം അവരെ ആത്മീയമായിട്ട് ഒരു സ്റ്റെപ്പ് പോലും ദൈവത്തിലേക്ക് അടുപ്പിച്ചില്ല എന്നതാണ് സത്യം. പിന്നെ അവർ ആത്മീയതനെ ചൂഷണം ചെയ്യും. ഇവിടെ പ്രാർത്ഥനയുണ്ട്, അല്ലെങ്കിൽ ഈ സഹോദരൻ ഇങ്ങനെയൊക്കെ നന്മ ചെയ്യുന്ന ആളാണ് എന്ന് വിചാരിച്ച് അവിടെ നിന്നും കിട്ടുന്ന സഹായമൊക്കെ എടുത്തു പറ്റും. പിന്നീട് ആത്മീയമായി വരില്ല. നമ്മുടെ ലക്ഷ്യം ഒരു
മനുഷ്യൻ, ഒരു മനുഷ്യ സൃഷ്ടി ദൈവത്തിലേക്ക് അടുക്കണം എന്നതാണ്. ദൈവത്തിനായ ആത്മാക്കളെ നേടാനാണ് നമ്മൾ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സഹായം ഒരിക്കലും ഒരുവനെ ദൈവത്തിൽ നിന്നും അകറ്റുവാൻ തക്കതായിരിക്കരുത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ വന്നാൽ ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ ആത്മീയ കണ്ണുകൊണ്ട് കാണണം. സ്നേഹം, നമ്മെ ദ്രോഹിച്ചവരെ പോലും സ്നേഹിക്കുക എന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫലം തന്നെയാണ്. അല്ലെങ്കിൽ നമ്മെ ദ്രോഹിച്ചവരോട് അതിനുള്ള പ്രതികാരം ചെയ്ത് അല്ലെങ്കിൽ ശിക്ഷ വാങ്ങിക്കൊടുത്ത് നമ്മൾ ഒരു പാഠം പഠിപ്പിക്കുന്നില്ല എങ്കിൽ അത് ക്ഷമയുടെ ഒരു അടയാളമാണ്. പരിശുദ്ധാത്മാവ് ഉള്ളവർക്ക് അങ്ങനെ ക്ഷമിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. സ്വന്തം ജീവിതത്തിൽ നഷ്ടം വന്ന് തകർന്നിരിക്കുമ്പോഴും നഷ്ടപ്പെടുത്തിയവനെതിരെ ഒന്നും ചെയ്യാതിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ക്ഷമ ഉണ്ടെങ്കിലേ നടക്കൂ. ഒരു പക്ഷേ ആ ക്ഷമ മറ്റേ വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് നയിക്കാം. അതല്ല, ആ വ്യക്തിയിൽ സാത്താൻ്റെ ആത്മാവാണ് ഉള്ളതെങ്കിൽ ഒരു പടി കൂടെ അഹങ്കരിച്ച് അവൻ സാത്താനായിട്ട് തീരെഴുതി കൊടുക്കും. അത്രയേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ നിറഞ്ഞവർ എപ്പോഴും ക്ഷമിച്ചുകൊണ്ടിരിക്കണം. അതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിറഞ്ഞവർക്ക് ആനന്ദമുണ്ടാകും. ആനന്ദം എന്ന് പറയുമ്പോൾ ബിസിനസ്സിൽ നല്ല വളർച്ചയുണ്ട്. മറ്റുള്ളവരെയൊക്കെ തട്ടിച്ചും വെട്ടിച്ചും കുറേ പൈസ സ്വരൂപിക്കാൻ പറ്റിയിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ വീട് വയ്ക്കാൻ പറ്റി. ഞാനൊരു സെറ്റപ്പായി. അപ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം അതല്ല ആനന്ദം. അത് ഭൗതിക സന്തോഷം മാത്രമാണ്. ആനന്ദം എന്ന് പറയുന്നത് ദൈവത്തിലേക്ക് ഞാൻ ഒന്നുകൂടി ഒരു സ്റ്റെപ്പ് കൂടി അടുത്തല്ലോ, ദൈവത്തെ കാണാൻ കഴിയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവരിൽ ഈശോയെ കാണാൻ കഴിയുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സംതൃപ്തി, അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദം. സമാധാനം എന്ന് പറഞ്ഞാൽ ഏതവസ്ഥയിലും സമാധാനം കിട്ടണം. ശാന്തമായിട്ട് വർത്തിക്കാനായിട്ട് പറ്റണം. എൻ്റെ കയ്യിൽ കുറേ പൈസയുള്ളപ്പോൾ എനിക്ക് ശാന്തതയുണ്ട്. എനിക്ക് ആരോഗ്യമുള്ളപ്പോൾ ശാന്തതയുണ്ട്. ആരോഗ്യത്തിന് എന്തെങ്കിലും പോറൽ വന്നു കഴിഞ്ഞാൽ മുഖം പോയി, മുഖം വാടി, ആകെ ബഹളായി. ഇനി എന്ത് ചെയ്യും? അത് കർത്താവിൽ പ്രത്യാശയില്ലാത്തതിൻ്റെ ലക്ഷണമാണ്. എനിക്ക് ഈ സമ്പത്ത് തന്ന ദൈവം, എനിക്ക് ഈ സൗന്ദര്യം തന്ന ദൈവം, എനിക്ക് ഈ ആരോഗ്യം തന്നിരുന്ന ദൈവം തന്നെയാണ് ഇതിപ്പോൾ എടുത്തു മാറ്റിയിരിക്കുന്നത് എന്ന ഒരു ബോധ്യമില്ല. അതായത് ദൈവം കൂടെയുണ്ട് എന്നുള്ള ബോധ്യമില്ല. അങ്ങനെ വരുമ്പോൾ നല്ലത് കിട്ടുമ്പോൾ മാത്രം സമാധാനം ഉണ്ടാകും, അല്ലാത്തപ്പോൾ സമാധാനം ഉണ്ടാകില്ല. അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമല്ല. ഏതവസ്ഥയിലും നമുക്ക് സമാധാനമായിട്ട് വർത്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് പരിശുദ്ധാത്മാവിൻ്റെ ഫലമെന്ന് നമുക്ക് വിളിക്കാം. പ്രിയ കൂട്ടുകാരെ, ഇങ്ങനെ നോക്കിയാൽ ആത്മാവിൻ്റെ ഫലങ്ങളിൽ ഈ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ഈ 9 ഫലങ്ങളും ലഭിക്കാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. അതിനാണ് ഈ 9 ദിവസം പരിശുദ്ധ അമ്മയോട് ചേർന്ന് മട്ടുപ്പാവിലായിരുന്നു പ്രാർത്ഥിക്കുന്നത്. നമുക്ക് ഈ 9 ഫലങ്ങളും ഒരേ അളവിൽ കിട്ടുമെന്നൊന്നും ഒരിക്കലും ഞാൻ പറയുന്നില്ല. കാരണം അതൊക്കെ വലിയ വിശുദ്ധർക്കാണ് ലഭിക്കുക. എന്നാൽ നമുക്കും ലഭിക്കും. തീക്ഷ്ണമായിട്ട് അതിനു വേണ്ടി പ്രയത്നിക്കണം. നമ്മുടെ ജഡമോഹങ്ങളെല്ലാം വേണ്ട എന്ന് വയ്ക്കണം. ജഡമോഹങ്ങളെയെല്ലാം തൃപ്തിപ്പെടുത്തുകയും വേണം, ആത്മാവിൻ്റെ ഫലങ്ങൾ കിട്ടുകയും വേണം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കുകയില്ല. എന്തെന്നാൽ സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശമാണ് കൊയ്തെടുക്കുക. നമുക്ക് ദൈവത്തിനെയും മാമോനെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ.
ആത്മാവിൻ്റെ ഫലങ്ങൾ വേണമെങ്കിൽ ചിലപ്പോൾ നിൻ്റെ സൗന്ദര്യം അപ്പാടെ നശിപ്പിക്കണം എന്നാണ് ഈശോ, വേണ്ട എന്ന് വെക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനെ വിട്ടുകൊടുക്കണം. സമ്പത്ത് ചിലപ്പോൾ എടുത്തു മാറ്റും, വർഷങ്ങളോളം ദാരിദ്ര്യത്തിലകപ്പെടും, ഔസേപ്പിതാവിനെ പോലെ. അപ്പോഴും നമ്മൾ ദൈവത്തിൽ സമാധാനത്തിൽ ജീവിക്കണം. നമുക്ക് ആത്മാവിൻ്റെ ഫലങ്ങൾ കിട്ടണമെങ്കിൽ ജഡത്തിൻ്റെ കുറേ ഫലങ്ങൾ വേണ്ട എന്ന് വയ്ക്കണം. നന്നായി അണിഞ്ഞൊരുങ്ങി തന്നെ ജീവിക്കുകയും വേണം. എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ ദാനങ്ങളും കിട്ടുകയും വേണം, ഫലങ്ങൾ കിട്ടുകയും വേണം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ കരുണയുണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. എന്നാലോ ആത്മാവിൻ്റെ ചില ഫലങ്ങൾ നമ്മളിൽ പ്രവർത്തിക്കുകയും ചെയ്യും. അങ്ങനെ എല്ലാ ഫലങ്ങളും ലഭിച്ചില്ല എന്ന് വിചാരിച്ച് നമ്മൾ സാത്താൻ്റെ സന്തതികളൊന്നുമല്ല. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾക്കും ഫലങ്ങൾക്കും ഏറ്റക്കുറിച്ചിലുണ്ടെന്നല്ലേ പറയുന്നത്. ചിലപ്പോഴൊക്കെ വരദാനങ്ങളെ കൊണ്ട് നിറഞ്ഞ വ്യക്തികൾ പിന്നെ അപ്പാടെ തിരിഞ്ഞു മറിഞ്ഞ് വേറൊരു ജീവിതശൈലിയിലേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, അവർക്ക് കൊടുത്ത ദാനങ്ങളും ഫലങ്ങളും അവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ജഡമോഹങ്ങൾ കുന്നുകൂടി. അതുകൊണ്ട് ആത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളൊക്കെ മാഞ്ഞു പോയി. ഇനി അതിനെ ഊതി ജ്വലിപ്പിക്കണം. അതാണ് ആത്മാവിനെ ജ്വലിപ്പിക്കണം എന്ന് പറയുന്നത്. ഞാൻ ആരാണോ, ഞാൻ എന്തായിരിക്കണമോ എന്നുള്ള തിരിച്ചറിവിലേക്ക് വീണ്ടും നമ്മൾ എത്തിപ്പെടണം. ഇങ്ങനെയൊക്കെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനഫലങ്ങൾ എന്ന് മനസ്സിലാക്കാൻ വേറെ എവിടെയും പോകണ്ട. വിശുദ്ധ ഗ്രന്ഥമെടുത്ത് സമാധാനമായിട്ട് വായിച്ചാൽ മതി. ഇന്ന് ഗലാത്യ 5 എടുത്ത് വായിച്ചാൽ നമുക്കിതൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയും. നമുക്ക് ഒരുങ്ങി പ്രാർത്ഥിക്കാം, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം, ഫലങ്ങളെ കൊണ്ട് നിറയാൻ. ഒരു കാര്യം ഉറപ്പാണ്, നിനക്ക് എത്ര വരങ്ങളുണ്ടെങ്കിലും എത്ര അത്ഭുതങ്ങൾ ചെയ്താലും അന്ത്യവിധിയിൽ ഇതൊന്നും നിനക്ക് കൂട്ടുണ്ടാകില്ല. ഒരു പക്ഷേ നിൻ്റെ പ്രവചനം വര കൊണ്ടോ രോഗശാന്തി വരം കൊണ്ടോ ഒക്കെ രക്ഷപ്പെട്ടവർ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ദണ്ഡവിമോചനമൊക്കെ കിട്ടാം. അല്ലാതെ ആത്മാവിൻ്റെ ഫലങ്ങളില്ലാതെ നമുക്ക് വിധിയുടെ സമയത്ത് രക്ഷയില്ല. അതിന് ഏറ്റവും അധികം വേണ്ടത് സ്നേഹമാണെന്നാണ്. സ്നേഹം, ഒരാൾക്ക് ഒരാളോട് സ്നേഹമുണ്ടെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ ഒരു കാരണവശാലും വേദനിപ്പിക്കില്ല. നമ്മൾ വേദനിപ്പിക്കില്ല. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ നന്മകൾക്ക് നമ്മളെപ്പോഴും സ്നേഹമുണ്ടെങ്കിൽ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും. ദൈവത്തോട് നമുക്ക് സ്നേഹമുള്ളത് കൊണ്ടല്ലേ നമ്മളെപ്പോഴും ദൈവത്തോട് നന്ദി പറയണമെന്നൊക്കെ കേൾക്കുന്നത്. എപ്പോഴും നന്ദി പറയും, സ്തുതിക്ക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തെ സ്നേഹമുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് മനുഷ്യരും. നിനക്കൊരാളോട് സ്നേഹം ഉണ്ടെങ്കിൽ ആ ആളോട് നന്ദിയുള്ളവരായിരിക്കും. അല്ലാതെ ആ ആളുടെ കയ്യിൽ നിന്ന് കിട്ടേണ്ടതൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഇനി പോട്ടെ, ഇനി അടുത്ത ആളുടെ പക്കലേക്ക് തിരിയാം എന്ന് പറഞ്ഞ് പോകുന്നത് ഒരിക്കലും സ്നേഹത്തിൻ്റെ പ്രവൃത്തിയല്ല. അതുപോലെ നമുക്ക് ഉപകാരങ്ങളും നമുക്ക് സ്നേഹവും ഒക്കെ തന്നിട്ടുള്ള വ്യക്തികളോട് പ്രതിസ്നേഹം കാണിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. ഇങ്ങോട്ട് മാത്രം സ്നേഹം ആഗ്രഹിച്ചാൽ പോരാ, അതും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾക്കെതിരായ ഒരു പാപമാണ്. കാരണം ഇങ്ങോട്ട് മാത്രം സ്നേഹം, ഇങ്ങോട്ട് മാത്രം സഹായം. എന്നെ സഹായിച്ച വ്യക്തിക്ക്, എന്നെ സ്നേഹിച്ച വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടോ, എന്തെങ്കിലും എനിക്ക് ചെയ്യാനുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. അതുപോലെ ഞാൻ മൂലം മറ്റൊരു വ്യക്തി വേദനിക്കുന്നുണ്ടോ, എൻ്റെ ഇന്ന ഇടപെടലുകൾ മൂലം ഞാനിത് ചെയ്യാൻ പാടുണ്ടോ, ഇത് നമ്മൾ നിരന്തരം പരിശോധിച്ചുകൊണ്ടിരിക്കണം. എത്ര പരിശോധിച്ചാലും നമുക്ക് കുറേ പോരായ്മകളുണ്ടാകും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് പലപ്പോഴും എന്നിൽ നിന്നും പല സഹായങ്ങളും സ്വീകരിച്ചവർ പിന്നെ യാതൊരു കണക്ഷനും ഇല്ലാതെ പിന്നെ സ്വന്തം കാര്യം നിൽക്കാറാവുമ്പോൾ അവരങ്ങനെ അകന്നു പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ തക്ക സമയം വരുമ്പോൾ വീണ്ടും അവർ സഹായത്തിന് വരികയും ചെയ്യും. ആ വരുന്നത് എന്നോട് ഈശോ ചെവിയിൽ പറയുന്നു, എന്നോടൊരു സ്നേഹം കൊണ്ടല്ല, ഇപ്പോൾ അവർക്ക് നിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് അവർ നിൻ്റെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നത്. അത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന് വിഷമം വരും. കാരണം പ്രതിസ്നേഹമില്ലാതെ സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം നമ്മുടെ അടുത്തേക്ക് വരുന്നവർ. അതുപോലെ ഓരോ വ്യക്തികൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ വ്യക്തി ഇങ്ങനെ ചെയ്തത് ശരിയല്ലല്ലോ ഈശോയെ എന്ന് പറഞ്ഞാൽ അതിന് ഈശോ മറുപടി തരും, ശരിയല്ല, അതവർക്ക് പിന്നീട് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം.
കുറേ അനുഭവങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ ഇങ്ങനത്തെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എല്ലാം നമുക്ക് പറഞ്ഞ് എല്ലാവരെയും മനസ്സിലാക്കാൻ സാധിക്കില്ല. എന്തായാലും നമ്മൾ ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ട കാര്യം ആത്മാവിൻ്റെ ഫലങ്ങളെ കൊണ്ട് നിറയണം. ഈ പറഞ്ഞ 9 കാര്യങ്ങൾ നമുക്ക് ലഭിക്കാൻ വേണ്ടി നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ മറ്റൊരു ഫലമാണ് ഞാനിപ്പോൾ തന്നെ പറഞ്ഞ വിശ്വസ്തത. നമ്മെ സ്നേഹിക്കുന്നവരോടെങ്കിലും വിശ്വസ്തത കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ പിന്നെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. വിശ്വസ്തത എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഫലം തന്നെയാണ്. വിശ്വസ്തത കാണിക്കണം. നമുക്കൊരു സഹായം ചെയ്ത വ്യക്തിയോട് നമ്മൾ വിശ്വസ്തത കാണിക്കണം. സഹായം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ കണക്ഷൻ ഇല്ല, പിന്നെ സംസാരമില്ല, എൻ്റെ കാര്യം നടന്നു. അത് വിശ്വസ്തത കുറവാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തിനെതിരായിട്ടുള്ള പാപമാണ് വിശ്വസ്തതയില്ലായ്മ. എപ്പോഴും നമ്മെ സ്നേഹിച്ചവരോട് മാത്രമല്ല, മറ്റുള്ളവരോട് എല്ലാവരോടും വിശ്വസ്തതയുള്ളവരായിരിക്കണം. അപ്പോൾ പിന്നെ നമ്മെ സ്നേഹിച്ചവരോടും സഹായിച്ചവരോടും എന്തുമാത്രം വിശ്വസ്തത ഉണ്ടാകണം. അപ്പോൾ വിശ്വസ്തതയ്ക്കെതിരായിട്ടുള്ളൊരു പാപം ചെയ്തിട്ട് നമ്മൾ കുറേ പ്രാർത്ഥിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. കർത്താവിൻ്റെ ദൂതൻ വന്നിട്ട് പറയും, നിന്നെ ആ വ്യക്തി സ്നേഹിച്ചിട്ട് നീ ആ വ്യക്തിയോട് വിശ്വസ്തത കാണിച്ചില്ലല്ലോ. വിശ്വസ്തത കാണിക്കാതെ നീ എൻ്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തിയാൽ എന്താ കാര്യം? അതായത് ചെറിയൊരു ഉദാഹരണം, നിന്നെ നോക്കി ഒരാൾ ചിരിച്ചു, നിനക്ക് അങ്ങോട്ട് നോക്കി ചിരിക്കാൻ പറ്റുന്നില്ല. അത് വിശ്വസ്തത കുറവാണ്. പ്രത്യേകിച്ച് ആ വ്യക്തി നിനക്ക് ദ്രോഹമായിട്ടുള്ളതൊന്നും ചെയ്തിട്ടില്ല, നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ എങ്കിൽ. നമുക്കെല്ലാവർക്കും പെട്ടെന്ന് പാലിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ആത്മസംയമനം. പലരുടെയും പ്രശ്നമാണ്, അതെൻ്റെയും പ്രശ്നമാണ്. ആത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നാണ് ആത്മസംയമനം. ഈ ആത്മസംയമനം എന്ന് പറയുന്ന ഫലം നമ്മളിൽ ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ചിലപ്പോഴൊക്കെ നമ്മുടെ സംയമനം കൈവിട്ടു പോവും. അതെപ്പോഴാണെങ്കിൽ നമുക്കെതിരെ കാര്യങ്ങൾ, ചിലർ പറയില്ലേ, നമ്മളെ തൊട്ട് കളിക്കുന്ന കാര്യങ്ങൾ വന്നാൽ നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കും. പക്ഷെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ കൊലപാതകമോ വ്യഭിചാരമോ അങ്ങനെയൊക്കെ ഉണ്ടായെന്നൊക്കെ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ളവരുടെതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മാന്യമായിട്ട് ഉപദേശിക്കും, ക്ഷമിക്ക്, സഹിക്ക്, അങ്ങനെ ചെയ്യും. പക്ഷെ നമ്മുടെ വീട്ടിലൊരാൾ നമുക്കെതിരെ തിരിഞ്ഞാൽ നമ്മൾ ഫൈറ്റ് ചെയ്യും. ഭയങ്കര ഫൈറ്റിംഗ് ആണ്. മണിച്ചിത്രത്താഴിലെ വ്യക്തിയായി മാറും എന്ന് ഞങ്ങൾ തമാശയ്ക്ക് പറയും. അപ്പോൾ അവിടെ വെച്ചറിയാം നമുക്ക് നമ്മുടെ ഫലം എന്തുമാത്രം ഉണ്ട് എന്ന്. ഇതിനെ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, നമുക്കെല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. അതുപോലെ തന്നെ ആത്മസംയമനം കുറവ്, അതിൻ്റെ ഒരു ലക്ഷണമാണ് കാണുന്നവരെ മുഴുവൻ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ. എനിക്കൊരു വ്യക്തിയെ അറിയാം. ഈ ലോകത്ത് ഒരാളെപ്പോലും ഒരു നന്മ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. വളരെ ചുരുക്കേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാവരിലും ഓരോ തെറ്റുകളും കുറവുകളും കണ്ടുപിടിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മളൊന്ന് ചോദിക്കും, അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞാൽ അത് പറയണം, തിരുത്തണം. അവൻ ശരിയല്ല, അവൾ ശരിയല്ല, ഇവൻ്റെ പോക്ക് ശരിയല്ല, ഈ ഡോക്ടർ ശരിയല്ല, ഈ ടീച്ചർ ശരിയല്ല. നോക്കുമ്പോൾ എല്ലാവരും ശരിയല്ല, എല്ലാവരും കുറവുകളുള്ളവരാണ്. പക്ഷേ ഈ പറയുന്ന വ്യക്തിക്ക് എന്തുമാത്രം കുറവുകളുണ്ട്. അല്ലെങ്കിൽ ആ പറയുന്ന വ്യക്തിയുടെ നാവും മൂലം എത്ര ആളുകൾ വേദനിക്കുന്നുണ്ട് എന്ന് ആ വ്യക്തി അറിയുന്നില്ല. കാരണം അവരുടെ വിചാരം അവർ പെർഫെക്റ്റ് ആണെന്നാണ്. അതുകൊണ്ട് എല്ലാവരെയും ആ ചിന്തയിലാണ്. ഒരു ഡോക്ടറെ കണ്ടാലും ഒരു ജഡ്ജിയെ കണ്ടാലും പ്രധാനമന്ത്രിയെ ആണെങ്കിലും എല്ലാം കുറവുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ ചെയ്ത് ശരിയല്ല, ഈ ചെയ്ത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയും ഞാൻ ചെയ്തത് ഭയങ്കര ശരിയാണ്. ഇത് വിചാരിച്ചിട്ട് ഈ വ്യക്തി കംപ്ലീറ്റ് സാത്താൻ്റെ ആണെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. അവർക്ക് വേറെ കുറേ ഫലങ്ങളുണ്ട്, കുറേ വരങ്ങളുണ്ട്. പക്ഷേ ആത്മസംയമനമില്ല. എവിടെ എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ. അത് സമൂഹത്തിലും ഭവനങ്ങളിലും വലിയ പ്രശ്നം ഉണ്ടാക്കും. വലിയ പ്രശ്നം. പറയേണ്ടത് പറയേണ്ടവരുടെ മുമ്പിലേ പറയാവൂ, അല്ലാത്തവരുടെ മുമ്പിൽ പറയാൻ പാടില്ല.
അപ്പോൾ ആത്മാവിൻ്റെ ഫലം ലഭിക്കാൻ, ആത്മസംയമനം എന്ന ഫലം ലഭിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. പലരും എന്നോട് വന്നിട്ട് പറയും, പ്രാർത്ഥിച്ച് വന്നതാണെന്ന് ആലോചിച്ച് കൈവിട്ട് പോയി. ഇതങ്ങോട്ട് കണ്ടപ്പം ഞാൻ പ്രതികരിച്ചു പോയി. എന്താ ചെയ്യുക? ഞാൻ ചിരിച്ചിട്ട് പറയും, നമ്മൾ വിശുദ്ധരല്ലല്ലോ, മാപ്പാക്ക്, ഇനിയും ട്രൈ ചെയ്യ്. അത് ആദ്യം പറഞ്ഞ വ്യക്തിയുടെ കാര്യമല്ല, ഈ എല്ലാവരും കുറ്റപ്പെടുത്തുന്ന വ്യക്തി എപ്പോഴാണ് ശരിയാവുക എന്ന് ഞാനും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഒരു ബോധ്യം വരണം, ഞാനൊരു ശരിയല്ല എന്ന ബോധ്യം വന്നാൽ ഇതുപോലെ മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടുപിടിക്കില്ല. അപ്പോൾ ആത്മസംയമനം ലഭിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ഈ ഫലങ്ങളൊക്കെ നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ജഡത്തിൻ്റെ ഫലങ്ങൾ നമ്മൾ വേണ്ട എന്ന് വയ്ക്കുക തന്നെ വേണം. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയോടൊപ്പം മട്ടുപ്പാവിലിരിക്കാം. അമ്മയോട് പറയാം, ഞങ്ങൾക്ക് ഇന്ന കുറവുകളുണ്ട്, സ്നേഹിച്ചവരെ പോലും തിരിച്ച് സ്നേഹിക്കാൻ പറ്റുന്നില്ല, ജീവിത പങ്കാളിയെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ, ഞങ്ങളുടെ ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അമ്മ മാതാവേ, അമ്മയുടെ മണവാളിനോട് പറയേ, ഞങ്ങളുടെ ദുരവസ്ഥ ഒന്ന് മനസ്സിലാക്കി കൊടുത്ത് ഞങ്ങളെ ആത്മാവിൻ്റെ ഫലങ്ങളെ കൊണ്ട് നിറയ്ക്കാൻ അമ്മ മാധ്യസ്ഥം വഹിക്കുക. കാരണം അമ്മയോടൊപ്പം പ്രാർത്ഥിച്ചാൽ, അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ വേഗം കിട്ടും. കാരണം അവളാണ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവൾ. അതുകൊണ്ട് നമുക്ക് അമ്മയോട് തന്നെ ചേർന്ന് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ലഭിക്കട്ടെ എന്ന്. വരങ്ങളും ദാനങ്ങളും കിട്ടിയിട്ട് ഫലങ്ങളില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഈ ദിവസങ്ങളിൽ അമ്മ മാതാവേ, ജഡത്തിൻ്റെ മോഹങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ ലഭിക്കാനും ആത്മാവിൻ്റെ ഫലങ്ങളെ ലഭിക്കാനും അമ്മ ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അമ്മ മാതാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമ്മൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടും. വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.